നമ്മുടെ പ്രഭാത ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 50-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ശിഷ്യന്മാർ എല്ലാവരും യേശുവിനെ വിട്ട് ഓടിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്കായി ഒരു പ്രഭാതം കൂടെ ദാനമായി തന്നല്ലോ. ഈ പ്രഭാതത്തിൽ പെന്തക്കോസ്ത് മെസ്സഞ്ചറിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും വിട്ടുകളഞ്ഞാൽ ദൈവസന്നിധി വിട്ട് നമുക്ക് ഓടേണ്ടി വരും. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ കാണിക്കുന്നത്. ശിഷ്യന്മാരോടൊപ്പം 3.5 വർഷക്കാലം കർത്താവ് സഞ്ചരിച്ച് അവരുടെ ബലഹീനതകൾക്കൊക്കെ കർത്താവ് അവരെ ബുദ്ധി ഉപദേശിച്ചു, അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കി, അവർക്ക് വിശന്നപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്തു, അവരോട് നല്ല വഴികളെല്ലാം ഉപദേശിച്ചു. നിത്യജീവൻ്റെ വഴികളെക്കുറിച്ചെല്ലാം എങ്ങനെ നിത്യജീവൻ പ്രാപിക്കാമെന്നും ഒക്കെ ധാരാളം സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ളതായ ഉപമകളൊക്കെ ശിഷ്യന്മാർക്ക് കർത്താവ് ഓതിക്കൊടുത്തു. എന്നാൽ ഒരു പ്രയാസഘട്ടം വന്നപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് യേശുവിനെ, അവരുടെ ഗുരുവിനെ ശത്രുക്കൾ ദൈവവചനത്തിന് നിവൃത്തിയെന്നവണ്ണം നിയമിക്കപ്പെട്ടവർ വന്ന് പിടിച്ചും കൊണ്ട് പോകുമ്പോൾ ശിഷ്യന്മാർക്ക് അവരുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പ്രാണരക്ഷാർത്ഥം അവർ ഓടിപ്പോയി എന്ന് തിരുവചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഈ സംഭവം പശ്ചാത്തലം ആത്മീക ജീവിതത്തിൽ നമുക്ക് തരുന്നതായ ഒരു വെളിച്ചമുണ്ട്, ഒരു സന്ദേശമുണ്ട്. കർത്താവ് നമ്മുടെ ഉള്ളിൽ നിന്ന് പോയാൽ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോകും. കർത്താവ് നമ്മോടുകൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവൻ നമ്മോടുകൂടെ വരുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വിട്ട് നമ്മൾ ഓടിപ്പോവും, ഭയന്നു പോവും. ജീവഭയം ഉണ്ട്, അല്ലെങ്കിൽ പ്രാണഭയം. നമ്മുടെ ജീവിതത്തിൽ പ്രാണഭയം ഉണ്ടാകും, മരണഭയം നമ്മെ വാഴും. എന്നുകൊണ്ടാണ് ഈ ശിഷ്യന്മാർ ഓടിപ്പോയത്. അവരെയും പിടിച്ചുകൊണ്ടുപോയി കൊല്ലുവാൻ സാധ്യതയുണ്ട്. മരണത്തെ അഭിമുഖീകരിക്കുവാനുള്ളതായ വലിയൊരു ഭയപ്പാട്, വലിയൊരു പേടി. അവരുടെ ജീവിതത്തിൽ ഒരുപാട് അങ്കലാപ്പുകൾ പെട്ടെന്ന് വരുവാൻ തുടങ്ങി. അത് മനുഷ്യ സഹജമാണ്, നമുക്കും അങ്ങനെ സംഭവിക്കാം. എന്നാൽ ദൈവാത്മാവ് നമുക്ക് വ്യക്തമായി ഒരു അടയാളം തരുന്നത്, കർത്താവിനെ നാം മുറുകെ പിടിച്ചുകൊണ്ടാൽ ഒരു സമയത്തും കർത്താവിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ പ്രതികൂലങ്ങളിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയുകയില്ല. രോഗശയ്യയിൽ നാം നിലവിളിക്കുന്നവരാകും. നമ്മുടെ പരീക്ഷാ സമയത്ത് നാം പ്രാണവേദനയോടുകൂടെ ഓടിപ്പോകുന്നവരായിത്തീരും. ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ, നമ്മുടെ കാലുകളെ ഉറപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ മുറുകെ പിടിച്ചും കൊണ്ട് ജീവിക്കുന്നതായ ഒരു ജീവിതം, ആ യാത്രയിൽ മാത്രമേ നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. കർത്താവിനറിയാം നമ്മുടെ ജീവിതത്തിൽ പല പോരായ്മകളും തോൽവികളും എല്ലാം വരുമെന്നറിയാം. അതുകൊണ്ട് കർത്താവ് നേരത്തെ നമ്മോടൊരു വാഗ്ദാനം ചെയ്തു: ഞാൻ ലോക അവസാനത്തോളം നിങ്ങളോട് കൂടെ ഇരിക്കും. ദൈവത്തിന് സ്തോത്രം. 1 ദിവസവും 2 ദിവസവും നമ്മോടുകൂടെ ഇരിക്കാമെന്നുള്ളതായ ഒരു വാഗ്ദാനമല്ല കർത്താവ് തന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ നമ്മോടുകൂടെ ഇരുന്ന് നമുക്ക് ബുദ്ധി ഉപദേശിക്കും. പ്രയാസഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കൊരു ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമുക്ക് തരും. എങ്ങനെ പ്രയാസങ്ങളെ തരണം ചെയ്യണം, എങ്ങനെ പ്രതികൂലങ്ങളെ തരണം ചെയ്യണം, എങ്ങനെ പ്രതിസന്ധികളെ തരണം ചെയ്യണം. അങ്ങനെ തരണം ചെയ്താൽ നമുക്ക് എന്ത് പ്രതിഫലം കിട്ടും, നമ്മൾ എങ്ങനെയാകും എന്നുള്ളതെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് എമ്മൗസിലേക്ക് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാരോടൊപ്പം ചേർന്ന് അവരറിയാതെ വേറൊരു സാന്നിധ്യ വേഷത്തിൽ അവരോടൊപ്പം സഞ്ചരിക്കുകയും എന്താണ് സംഭവിച്ചതെന്നറിയാമോ? അവരോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട്, അവരോട് വചനം സംസാരിച്ചുകൊണ്ട് അവർക്ക് തന്നെ വെളിപ്പെടുത്തിയതിന് ശേഷം കർത്താവ് അവരുടെ മേൽ ഊതി, തിരുവചനങ്ങളെ തിരിച്ചറിയുവാൻ തക്കണം നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുകയും
ദൈവത്തിന് സ്തോത്രം. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതാ, ഇത്രയും നാളും നിങ്ങൾക്ക് തിരുവചനങ്ങളെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. നിങ്ങൾ എന്നോടൊപ്പം നടന്നു, എന്നോടൊപ്പം ഭക്ഷിച്ചു, എന്നോടൊപ്പം ഉറങ്ങി, എന്നോടൊപ്പം സഞ്ചരിച്ചു, എന്നോട് സംസാരിച്ചു. പക്ഷെങ്കിൽ തിരുവചനം നിൻ്റെ ഉള്ളിൽ കടന്നു വന്നില്ല. വന്നിട്ടുള്ള തിരുവചനങ്ങൾ തന്നെയും നിനക്കത് വലിയൊരു വെളിപ്പാടിനെ നിനക്ക് തന്നില്ല. അതുകൊണ്ട് കർത്താവ് അവരുടെ മേൽ ഊതിയതിന് ശേഷം പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ, റിസീവ് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന് സ്തോത്രം. അവരുടെ മേൽ ഊതിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, വചനങ്ങളെ തിരിച്ചറിയുവാൻ, തിരുവചനങ്ങളെ തിരിച്ചറിയുവാൻ, ദൈവത്തിൻ്റെ സന്ദേശങ്ങളെ തിരിച്ചറിയുവാൻ, നിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ നിയോഗങ്ങളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നിൻ്റെ ഹൃദയങ്ങളെ തുറക്കുക, നിൻ്റെ മനസ്സിനെ തുറക്കുക, നിൻ്റെ തിരിച്ചറിവിനെ തുറക്കുക. ദൈവത്തിന് സ്തോത്രം. വചനത്തെക്കുറിച്ചുള്ളതായ തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിലില്ല എങ്കിൽ കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ ഓടിപ്പോകും, ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടവരായിത്തീരും. ഈ ദൈവസാന്നിധ്യം നമ്മോടൊപ്പം ഇല്ല എങ്കിൽ ഭയം നമ്മെ കീഴ്പ്പെടുത്തും. എന്നാൽ ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടുവാൻ, ആ ഭയത്തിൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ നമുക്കൊരു കൃപ കിട്ടും. മനുഷ്യരാണ്, ബലഹീനരായ നമ്മെ ദൈവം തൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കും. ഭയപ്പെട്ടു പോകുന്ന, തകർന്നു പോകുന്ന സാഹചര്യങ്ങളിൽ അവൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെ വന്ന് അവൻ്റെ വചനങ്ങളാൽ നമ്മളെ ഉറപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മാത്രമേ നമുക്ക് ആശ്വാസമുള്ളൂ. മനുഷ്യർ തരുന്ന ആശ്വാസത്തിലെല്ലാം നമുക്കൊരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. അല്പനാളുകൾ മാത്രമേ അവർ നമ്മോടൊപ്പം നിൽക്കുകയുള്ളൂ. തിരുവചനത്തിൽ പറയുന്നത് എല്ലാവരും എന്നെ വിട്ടു പോകും. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് അവർക്കാരുമില്ലാതാകും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവർക്കാരുമില്ലാതാകുമ്പോൾ അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും. 2-3 ഘട്ടങ്ങളിലാണ്, അർത്ഥങ്ങളിലാണ് നമുക്കാരുമില്ലാതാകുന്നത്. ഒന്ന്, കുത്തിയവെങ്കിലേക്ക് നമ്മുടെ കണ്ണുകളെ കൊണ്ടുവരുവാൻ കർത്താവ് നമ്മുടെ അനുയായികളെ, അല്ലെങ്കിൽ നമ്മെ സഹായികളെ, നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നവരെ, നമ്മോടൊപ്പം വരുന്നവരെ, നമുക്ക് അനുകൂലമായി സംസാരിക്കുന്നവരെ എല്ലാം അകറ്റി നിർത്തും. എന്തിനാണെന്നറിയാമോ? യേശുവിങ്കിലേക്ക് നീ തിരിച്ചു വരുവാൻ. കുത്തിയവെങ്കിലേക്ക് പല പ്രാവശ്യം കർത്താവിനെ വേദനിപ്പിച്ചതായ അനേക സന്ദർഭങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ട്. അതിനെക്കുറിച്ചൊരു അനുതാപത്തിന് വേണ്ടി കർത്താവ് നമ്മുടെ സഹായികളെ ആരുമില്ലാത്ത ഒരു സ്ഥാനത്ത് ദൈവം നമ്മെ കൊണ്ട് നിർത്തും. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം കർത്താവ് തന്നെ അടുത്ത് വന്ന് നമ്മോട് തിരുവായി മൊഴിഞ്ഞ് അവൻ നമ്മോട് സംസാരിക്കും. തിരുവചനത്തിൽ വായിക്കുന്നു, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോകും, അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും. എന്തിനാണ് അവളോട് ഹൃദ്യമായി സംസാരിക്കുന്നതിന് വേണ്ടി മരുഭൂമിയെ തിരഞ്ഞെടുത്തത്? മരുഭൂമിയിൽ ആരുമില്ലാത്ത സ്ഥാനത്ത് മാത്രമേ അവൾ എനിക്ക് ചെവി തരികയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ അവളെന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച്, ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യനെക്കുറിച്ച് ഉപമപ്പെടുത്തി പറയുകയാണ്. ആ മരുഭൂമിയിൽ കൊണ്ട് നിർത്തിയതിന് ശേഷം മാത്രമേ ആരും അവിടെ ഇല്ല എന്നവർക്ക് ബോധ്യമാകുമ്പോൾ അവരെങ്കിലേക്ക് കണ്ണുയർത്തും, കുത്തിയവെങ്കിലേക്ക് കണ്ണുയർത്തും. എന്നാൽ വേറെ ചില സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ, മറ്റുള്ളവരെ, സഹായികളെ നമ്മളിൽ നിന്ന് മാറ്റി നിർത്തുന്നത് നമ്മൾ തനിയെ നിൽക്കുവാനുള്ള ബലം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവം സഹായം എന്ന് തോന്നുന്ന പലരെയും നമ്മളിൽ നിന്ന് മാറ്റി നിർത്തും. എന്നാൽ തകർന്നു പോകരുത്. നീ കർത്താവിൽ ഭദ്ര സ്വഭാവം നീ കാണുന്നുണ്ടെങ്കിൽ, കർത്താവിൽ ഒരു ആശ്രിതം ബലം നിനക്കുള്ളവനെങ്കിൽ, നിനക്ക് തനിയെ നിൽക്കുവാനുള്ള ഒരു ബലം കർത്താവ് തരും. നിനക്കൊരു അഭിഷേകം തരും, ഒരു ശക്തി തരും. ഈ നാളുകളിൽ നിന്നെ വിട്ട് എല്ലാവരും ഓടിപ്പോയേക്കാം, സകലരും നിന്നെ വിട്ട് ഓടിപ്പോയേക്കാം. ഓർത്തുകൊള്ളുക, കർത്താവ് നിന്നോടൊപ്പം ലോകാവസാനത്തോളം നടക്കാം എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നാൽ വേറൊരർത്ഥത്തിൽ കർത്താവ് നമ്മളിൽ നിന്ന് മാറിയാൽ നാം ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടവരായിത്തീരും, ഭയന്നു പോകും, നമ്മളിൽ മാനുഷിക സ്വഭാവമുണ്ടാകും. അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന്, ദൈവസ്നേഹത്തിൽ ചേർന്ന്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിച്ചുകൊണ്ട്, അവൻ്റെ വചനങ്ങൾ നമ്മളിൽ വരുത്തുന്നതായ വലിയ വ്യതിയാനങ്ങളെ, പ്രത്യാശയെ, നമ്മുടെ ബലത്തെ നാം കണ്ടുകൊണ്ട് അവനോട് ചേർന്ന് വരുവാനുള്ളതായ ഒരു കാലയളവിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തോട് അടുത്ത് വരുവാൻ, ദൈവസ്നേഹത്താൽ നിറയപ്പെടുവാൻ, ദൈവശക്തിയിൽ നിലനിൽക്കുവാൻ വിശ്വാസികളായ നമുക്ക് ഏവർക്കും ഈ നാളുകളിൽ ദൈവം പുതിയ അഭിഷേകവും കൃപയും തെരുമാറാകട്ടെ. ഗാഡ് ബ്ലെസ് യു.